ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് വൈറ്റ് ഫീൽഡിലുള്ള കാടുകുടി ട്രീ പാർക്കിലാണ്. നമ്മുടെ ITPAലിന് തൊട്ടടുത്തുള്ള അധികം ഫേമസ് ഒന്നും അല്ലാത്ത ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണ് കാടുകുടി ട്രീ പാർക്ക്. മെട്രോയിലാണെങ്കിൽ പർപ്പിൾ ലൈനിൽ ഒരു സ്റ്റോപ്പ് തന്നെ ഉണ്ട് കാടുകുടി ട്രീ പാർക്ക്. രാവിലെ 9 മണി വരെ ഇവിടെ എൻട്രി ഫ്രീ ആണ്. സോ ആൾക്കാരൊക്കെ രാവിലെ ജോഗിങ്ങിനും വാക്കിങ്ങിനെല്ലാം വരുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലീസായിട്ടും അല്ലെങ്കിൽ കപ്പിളായിട്ടും വരാൻ പറ്റുന്നൊരു നല്ല സ്പോട്ടാണിത്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ആമ്പൽ കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ മീനുകളും ഉണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മീനുകളുണ്ട് അതിൽ. ജനറലി ഞാൻ രാവിലെ എണീച്ച് മോർണിംഗ് വാക്കിന് പോകാറുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ജോഗ് ചെയ്തതിന് ശേഷം ഓപ്പൺ എയർ ജിമ്മുണ്ട്. എക്സസൈസിന് ശേഷം നമുക്ക് ഒരു മെഡിറ്റേഷൻ പ്ലേസും ഉണ്ട്. അവിടെ പോയി നൈസായിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് റിഫ്രഷ് ആയി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. 9 മണിക്ക് ശേഷം ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്ക് അടയ്ക്കുമെന്ന് തോന്നുന്നു. ഒരുപാട് ക്രൗഡഡ് ഒന്നുമല്ല സ്ഥലം, പക്ഷെ അത്യാവശ്യം ആൾക്കാർ രാവിലെ വരാറുണ്ട്. കാരണം ഇവിടെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഹണികോം കൾച്ചറും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ എയർ ജിം. ഇവിടെ എല്ലാ സാധനങ്ങളും പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് വരുമ്പോൾ ചില പാർട്സൊക്കെ കേടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസത്തിനകം തന്നെ റിപ്പയർ ചെയ്ത് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുട്ടികളും ഫാമിലീസും വയസ്സായ ആൾക്കാർ പോലും ഡെയിലി രാവിലെ വന്ന് ഇവിടെ എക്സസൈസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം വേണ്ട എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഫോർ ലെഗ്സ്, അതുപോലെ ചെസ്റ്റ്, ഷോൾഡർ, എല്ലാത്തിനും ഉള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയത് കാരണം അടുത്തുള്ള നെയ്ബേഴ്സിനെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ജിമ്മാണിത്. ഓപ്പൺ എയർ ജിമ്മിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇത് മിക്കവാറും സമയം ക്രൗഡഡ് ആയിരിക്കും, കാരണം അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. സ്വിങ്, സീസോ, പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഇതെല്ലാം തന്നെ പ്രോപ്പർലി സാൻഡ് വെച്ച് കറക്റ്റ് പ്രോപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഈ ചിൽഡ്രൻസ് പാർക്ക്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അക്യുപഞ്ചർ വാക്ക് ഉണ്ട്. പെബിൾസ് വെച്ച് നമുക്ക് ബെയർ ഫൂട്ടഡ്ലി നടക്കാനുള്ള സ്ഥലമാണിത്. ഇതൊരു നല്ലൊരു സെറ്റപ്പാണ്. ഒരു ചെറിയ കുട്ടി അവിടെ ഭയങ്കര ഫോഴ്സിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത്. ഇതാണ് ഇവിടുത്തെ മെഡിറ്റേഷൻ സെൻറ്റർ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻസെക്റ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസെക്ട്സ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ മെഡിറ്റേഷൻ സെൻറ്റർ ഭയങ്കര ഒരു പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ രാവിലെ ഡെയിലി കുറേ ആൾക്കാർ വന്ന് മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ട്. ചുമ്മാ ഇരിക്കാനും നല്ലൊരു സ്ഥലമാണിത്. പ്രോപ്പറായി ഇവിടെ വാട്ടറിങ് എല്ലാം ചെയ്ത് ചെടികളും പുല്ലും എല്ലാം കറക്റ്റായി വളർത്തുന്നുണ്ട്. കുറേ പേര് നിങ്ങൾക്ക് ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് കാണാം. ഞാനും ഇവിടെ സാധാരണ പോലെ ഒരു 10 മിനിറ്റെങ്കിലും മിനിമം മെഡിറ്റേറ്റ് ചെയ്ത് ഇരിക്കാറുണ്ട്. കാറ്റ് വീശുന്ന സ്ഥലത്താണ് ഇവരിത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും സഫോക്കേഷൻ ഫീലിംഗ് ഒന്നുമില്ലാതെ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ പറ്റും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമാധാനത്തോടെ ഒന്ന് സംസാരിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് ഈ പാർക്ക്. ദയവുചെയ്ത് ആരും ഇവിടെ പൊല്യൂട്ട് ചെയ്യാൻ വേണ്ടി വരണ്ട. എല്ലാവരും കറക്റ്റായി വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ പ്ലേസ് ചെയ്യുക വേസ്റ്റൊക്കെ. പിന്നെ നല്ലൊരു പാർക്കിംഗ് സൗകര്യമുണ്ട്, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. Thanks for watching. See you in next video.